അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വുളൂഇന്റെ അഞ്ചാമത്തെ ഫർളാണ് കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളത്. നാലാമത്തെ ഫർള് തലയിൽ നിന്ന് അല്പം തടവുക. സുന്നത്ത് പൂർണ്ണമായും തല തടകുക. അതിന്റെ രൂപം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ള ഫർളിന് മുമ്പ് തല തടവിയതിനു ശേഷം ചെവി രണ്ടും തടകൽ സുന്നത്തുണ്ട്. എങ്ങനെയാണ് ചെവി തടകേണ്ട രൂപം? കൈ രണ്ടും നനച്ചുകൊണ്ട് രണ്ട് കൈയുടെ ചൂണ്ടുവിരൽ മുസബ്ബിഹ വിരൽ ചെവിക്കുണ്ടിലേക്ക് ഇടുകയും ആ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിക്കുണ്ട് പൂർണ്ണമായും തടകിയതിന് ശേഷം രണ്ട് കൈയുടെ തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറഭാഗം തടകി അതിന് ശേഷം രണ്ട് കൈയുടെയും ഉള്ളം കൈ കൊണ്ട് ചെവി പൂർണ്ണമായും തടകുക. ഇതാണ് ചെവി തടകേണ്ട പൂർണ്ണമായ രൂപം. ഇങ്ങനെ 3 പ്രാവശ്യം തടകൽ സുന്നത്തുണ്ട്. അതിന് ശേഷമാണ് കാൽ കഴുകേണ്ടത്. കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. എങ്ങനെയാണ് കാൽ കഴുകേണ്ട പൂർണ്ണമായ സുന്നത്തായ രൂപം? എങ്ങനെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള രൂപം, ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് രണ്ട് കാലുകളും കൈകളുമൊക്കെ കഴുകുന്ന അവസരത്തിൽ വിരലുകൾ കോർത്ത് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ചെറുവിരൽ കൊണ്ട്, ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് വലത് കാലിന്റെ ചെറുവിരൽക്കിടയിൽ നിന്ന് ആരംഭിച്ച് ഓരോ വിരലിന്റെയും ഇടയിലൂടെ കോർത്ത് അതിനുശേഷം വലത് കാലിന്റെ തള്ളവിരൽ മുതൽക്ക് തുടങ്ങി ഓരോ വിരലിന്റെയും ഇടഭാഗം കോർത്ത് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ കഴുകി ഞെരിയാണിയുടെ മേൽഭാഗം വരെ കഴുകണം. ഞെരിയാണി ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ആ ഞെരിയാണിയുടെ മേൽഭാഗം കൂടി കഴുകിയെങ്കിൽ മാത്രമേ അത് ഉൾപ്പെടെയാവുകയുള്ളൂ. മുഖം കഴുകുന്ന അവസരത്തിൽ നാം മുമ്പ് പറഞ്ഞ ഒരു ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, ഇവിടെയും അത് ഓർമ്മ വേണം. കൈകാലുകൾ കയറ്റി കഴുകുന്നവർ, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൈകാലുകൾ കഴുകുമ്പോഴും മുഖം കഴുകുമ്പോഴും കയറ്റി കഴുകണം. എന്നതുപോലെ കാൽ രണ്ടും കഴുകുമ്പോഴും ഞെരിയാണിയിൽ നിന്നും അല്പം മുകളിലേക്ക് കയറ്റി കഴുകുകയും വേണം. അതോടൊപ്പം തന്നെ എല്ലാ അവയവങ്ങളും തേച്ച് കഴുകലും പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി ചെയ്യുവാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.